കാലടി പ്ലാന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുറിയുടെ സീലിംഗ് തകർന്നു വീണു. ഉച്ചഭക്ഷണ ഇടവേള സമയത്തായിരുന്നു സംഭവമുണ്ടായത്. ഈ സമയം കുട്ടികൾ പുറത്തായതിനാൽ സാഹചര്യത്തിൽ അപകടം ഒഴിവായി. ജീർണാവസ്ഥയിലുള്ള സ്കൂൾ കെട്ടിടത്തെപ്പറ്റി പരാതികൾ ഉണ്ടായിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് PTA ആരോപിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിഷ്ണു, കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ജീവനക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. ഉച്ചഭക്ഷണ സമയത്തായിരുന്നു സ്കൂളിന്റെ സീലിംഗ് ഭാഗം തകർന്ന് വീണത്. കുട്ടികൾ സ്കൂളിൽ മുറിയിൽ ഇല്ലാത്ത സമയമായതിനാൽ തന്നെ അപകടം ഒഴിവായി. കാലങ്ങളായി ഈ സ്കൂളിന്റെ ജീർണാവസ്ഥയും സ്കൂൾ നവീകരിക്കണം എന്ന ആവശ്യവും PTA ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. പക്ഷേ കോർപ്പറേഷൻ മാനേജ്മെന്റ് ഈ ഒരു കാര്യത്തോട് അവഗണന കാണിക്കുകയായിരുന്നു എന്നാണ് PTA പരാതി ഉന്നയിക്കുന്നത്. നേരത്തെയും സ്കൂളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ സ്കൂൾ പരിസരത്ത് കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും ശല്യം രൂക്ഷമാകുന്നു തുടങ്ങിയ പരാതികളാണ് PTAയുടെയും കുട്ടികളുടെയും ഭാഗത്തു നിന്ന് കഴിഞ്ഞ നാളുകളിൽ ഉയർന്നു വന്നത്. ഈ കഴിഞ്ഞ നാളിൽ സ്കൂളിനോട് ചേർന്നുള്ള ഭക്ഷണശാലയും സ്കൂളിന് സമീപത്തുള്ള റേഷൻ കടയും കാട്ടാനക്കൂട്ടം ഈ വഴി ജനമേഖലയിലേക്ക് എത്തി തകർക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. വന്യമൃഗ ഭീഷണി ഒഴിവാക്കാനുള്ള നടപടികളും സ്കൂൾ കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണമെന്നും സ്കൂൾ PTA നിരവധി തവണ കോർപ്പറേഷൻ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ആ കാര്യങ്ങളിലൊന്നും നടപടി ഉണ്ടാകാത്തതിലുള്ള ഒരു പ്രതിഷേധവും ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതോടുകൂടി സ്കൂൾ PTAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. വരും നാളിൽ ഈ സ്കൂളിന്റെ ജീർണാവസ്ഥ നവീകരിക്കുന്നതിന് കുട്ടികളെ സുരക്ഷിതമായി പഠനം നടത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെയും PTAയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിഷ്ണു.